അപ്പോൾ ഞാൻ കുറച്ച് വൈകിപ്പോയി ഇത് പറയാനും കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ലൈഫിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആരുടെയും ഇതില്ലാതെ എന്നെ ആരും നോക്കാനില്ല. ഇന്നാ കണ്ടോ എന്ന് പറഞ്ഞ് കാണിക്കാൻ കാഴ്ച വസ്തുവല്ല കുഞ്ഞ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിനെ കാണാനും അവന് സ്നേഹം കൊടുക്കാനുള്ള എല്ലാ അധികാരങ്ങളും അപ്പൻ എന്ന നിലയിൽ ഉണ്ട്. അവർക്കത് വേണ്ടെന്നാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ ഞാൻ മിക്കുവിനെ ഒളിപ്പിച്ച് കാണിക്കാതെ വച്ചേക്കുന്നതല്ല. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നമ്മുടെ മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് അതിനകത്തുള്ള കപ്പിൾ, നമ്മുടെ ഇച്ചായൻ കുഞ്ഞാറ്റ, ജിസ്ബിയും അതോടൊപ്പം തന്നെ മറ്റേ പുള്ളിക്കാരനും അമല്ലേ, അമൽ പൗലോസ്, അവർ രണ്ടുപേരും പിരിഞ്ഞതും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെയധികം വലിയ വാർത്തയായിരുന്നു. കുറേ കാലത്തിന് മുമ്പ് കരഞ്ഞ് ജീവിതം തന്നെ വഴിമുട്ടിയതുപോലത്തെ ഒരു അവസ്ഥയിൽ പെൺകുട്ടിയും. അതിനുശേഷം പിന്നെ ഉണ്ടായ കുറേ കോൺട്രവേഴ്സി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് നിങ്ങൾ ലൈഫിൻ്റെ അകത്ത് ഈ ജീവിതം, ദാമ്പത്യത്തിൻ്റെ അകത്ത് എല്ലാം ഡെഡ് എൻഡ് ആണെന്ന് തോന്നി കയറെടുക്കാനും ആത്മഹത്യയിലേക്ക് എല്ലാം മരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള പ്രചോദനം ഉള്ള ചില കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ സമൂഹത്തിൽ ചെയ്യുന്നത് അഡ്രസ്സ് ചെയ്യാതെ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നിങ്ങളത് കണ്ടു നോക്കൂ, കുറച്ച് കാലത്തിന് മുമ്പ് ഈ പെൺകുട്ടി എങ്ങനെയായിരുന്നു, ഇപ്പോൾ ആ പെൺകുട്ടി എങ്ങനെയായി എന്നുള്ളത് ഒരു റിയൽ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ. അത് ലൈഫിനെ എത്രമാത്രം ഈ ഇരുമ്പിനെ അടിച്ച് ഉരുക്കി വീണ്ടും ഇതാവും തോറും അത് ഉരുക്കായിട്ട് മാറുമെന്ന് പറയുന്നില്ലേ, അത് റിയലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളിത് കണ്ടു നോക്കും. ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ കമന്റ് ചെയ്യണം. How did you recover from your divorce issue? Sorry for this uncomfortable question എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് റിക്കവർ ആയെന്ന് എന്താ പറയാ, നമുക്ക് മൂവ് ഓൺ ആവണം എന്തായാലും. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ലൈഫിൽ ജീവിക്കണം എന്ന് ഉള്ളത് കൊണ്ടാണല്ലോ. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫാമിലി, അതുപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞുണ്ട്. സോ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസിഷൻ എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസിഷൻ എടുക്കേണ്ട കാര്യമില്ലല്ലോ. സോ അതുകൊണ്ട് നമ്മൾ മൂവ് ഓൺ ആവും. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കും, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ജീവിക്കും, നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും ജീവിക്കും. സോ നമ്മൾ അതിൽ നിന്ന് കര കയറി എന്തായാലും വരും. പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു സപ്പോർട്ടാണ്. അതെനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ ഫാമിലി, ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിലും ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞാൻ പെട്ടെന്ന് തന്നെ റിക്കവറി ആയി വന്നത് കേട്ടോ. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കൂ, ഈ കുട്ടി കുറച്ച് കാലത്തിന് മുമ്പ് ഇവരുടെ ചാനൽ ഏതാണ്ട് 5 വർഷത്തോളൊക്കെ മുമ്പേ എന്തൊക്കെ വീഡിയോസ് ഒക്കെ ഇടുന്ന ചാനലാണ്. വളരെയധികം വീഡിയോസ് അവർ നിരന്തരം ഫാമിലി വ്ളോഗ്സ് ഒക്കെ കാര്യങ്ങൾ ഇട്ടുകൊണ്ടിരുന്നു. ഇവർ ഭയങ്കര അധ്വാനശീലമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരു വീട്ടിൽ നിന്ന് മറ്റു വീട്ടിലേക്ക് മാറുന്ന വീഡിയോസൊക്കെ കാണുന്ന, ഓരോ വാടക വീടുകളിൽ മാറി പോകുന്നു. ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായിട്ട് വിവാഹം കഴിഞ്ഞ് ഞാനിപ്പം ഇതിനകത്ത് ഈ ഇച്ചായൻ എന്ന് പറഞ്ഞ അമലിനെയും കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. അയാളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നു, ഇവിടെ ജിസ്ബിയുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇവിടെ എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായത് ഒരു ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ ഈ ബോഡിയുടെ വെയിറ്റ് കുറച്ചിട്ട് ഇത്ര നാളത്തെ ഒരു സംഭവം കടന്നു പോകുന്ന പോലെ ഈ പെൺകുട്ടി കരഞ്ഞത് നമ്മൾ ഇതിനകത്ത് എവിഡൻ്റ് ആയിട്ട് കണ്ട്. അതിൻ്റെ പേരിൽ തന്നെ കണ്ണീർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് നിരന്തരമായിട്ടുള്ള ട്രോളുകളും കുറ്റപ്പെടുത്തലുകളായിരുന്നു. അതിൽ നിന്നും എന്ത് ബോൾഡായിട്ടാണ് ആ കുട്ടി സംസാരിക്കുന്നത്. നമുക്ക് ജീവിക്കണമല്ലോ, പറയുന്ന കേട്ടില്ലേ. അതുകൊണ്ട് ഈ ഡിവോഴ്സ് എന്നുള്ള കാര്യം ഒരു എൻഡും അല്ല. നമ്മുടെ ലൈഫിൻ്റെ അകത്ത് നമ്മുടെ ഒരു പാർട്ട്ണർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി പോകാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടും പരസ്പരം പറഞ്ഞ് പിരിയുക. അതിനുശേഷം നിയമപരമായിട്ടുള്ള നിങ്ങൾക്ക് വിട്ടു പോകുന്ന രീതിയിൽ പോവുക. ജീവിതങ്ങൾ അവസാനിപ്പിക്കാതിരിക്കും. ഒരൊറ്റ ജീവിതമുള്ളത്, അത് മര്യാദയ്ക്ക് സന്തോഷത്തോടെ അങ്ങ് ജീവിക്കാൻ ശ്രമിക്കുക. ഡിവോഴ്സ് ആവുകയാണെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കുറേ മെസ്സേജുകൾ വന്നു. ചേച്ചി ഞാൻ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്ക് എങ്ങനെ മൂവ് ഓൺ ആവണമെന്ന് അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പേര് നമുക്ക് ചുറ്റും ഇതുപോലെ സ്ട്രഗിൾ ചെയ്യേണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. മേ ബി ഞാൻ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടായിരിക്കാം ഇത്രയും പേരിലോട്ട് എൻ്റെ ഒരു കാര്യം എത്തിയത്. പേഴ്സണലി നമുക്ക് ചുറ്റും ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്താണോ ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നുന്നതെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അത് നിങ്ങളുടെ ലൈഫാണ്. നിങ്ങൾക്ക് എന്താ പറയുക, മൂവ് ഓൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, നമ്മൾ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് ഇപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഹാപ്പി ആണെന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എല്ലാവർക്കും ആഗ്രഹം. സോ നമുക്ക് എവിടെയാണോ സന്തോഷം തരുന്നത് അവിടുത്തെ അതുപോലെ നിങ്ങൾ ജീവിക്കാൻ നോക്കുക. ഒരു സൂയിസൈഡ് എന്ന ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാതെ ബെറ്റർ ആയിട്ടുള്ള എന്ത് ഓപ്ഷനാണോ നമ്മുടെ ഫാമിലിയോട് പറയുക. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ നമ്മുടെ ഫാമിലിയോട് പറയുക. അവർ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അല്ലാതെ ഒരു റോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിലും ബെറ്റർ
പിന്നെ നമുക്ക് ഏറ്റവും കൂടുതലുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു റിയൽ ആയിട്ടുള്ളൊരു എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ തൻ്റെ ജീവിതത്തിൻ്റെ സ്ട്രഗിൾ പീരീഡ്സ് എല്ലാം എന്താണ് അത് കടന്നു പോയിട്ട് അതിൽ നിന്നും ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വഴിയിൽ കൂടെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതാണ് ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടേണ്ടത്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ നശിച്ച കാര്യങ്ങളും നമ്മുടെ ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ എടുത്ത് ഇത് ചെയ്യും. എന്നാൽ അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്ത് വന്ന് നമ്മൾ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു എഫർട്ട് അത് കുറേ അധികം ആൾക്കാരുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ, അതൊക്കെയാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുക. അതിനാണ് അത് ചെയ്യുന്നവരാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുക. സോ ഇപ്പോൾ ഈ പറഞ്ഞൊരു കാര്യത്തിനകത്ത് ഇതാണ് ഒരു ഇൻഫ്ലുവൻസറിൻ്റെ റിയൽ ഒരു എന്താ പക്ക ഒരു ഇൻഫ്ലുവൻസറിൻ്റെ ഒരു കറക്റ്റ് ഫേസ് ആണ് നമ്മളിപ്പോൾ ഇത് കാണുന്നത്. അത്യാവശ്യം എഡ്യൂക്കേഷൻ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ഒരു മെന്റൽ സപ്പോർട്ട്, ഇത്ര ഉണ്ടെങ്കിലാണ് നമുക്കൊരു നല്ലൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ്. കാരണം എനിക്ക് ലൈഫിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആരുടെയും ഇതില്ലാതെ എന്നെ ആരും നോക്കാനില്ല. അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞുണ്ട്, അപ്പോൾ അവനെ നോക്കണം, അവൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അവനെയൊക്കെ എനിക്ക് നോക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. സോ നമുക്ക് ആദ്യം വേണ്ടത് എഡ്യൂക്കേഷനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ജോലിയൊക്കെ കിട്ടി ഒരു ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ലൈഫ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് ഇതിനൊക്കെ പുറമെ നമുക്ക് ഒരു മെന്റൽ സപ്പോർട്ടാണ്. അത് നമ്മുടെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത്രയും നമ്മളെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അത്രയും കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് സമയം തരുന്നത് നമ്മുടെ ഫാമിലി ആയിരിക്കും. സോ നമ്മൾ എന്തെങ്കിലും ഒരു വിഷമങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് നമ്മുടെ ഫാമിലി ആയിട്ട് ആദ്യം ഡിസ്കസ് ചെയ്യുക. അതായിരുന്നു വേണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് വൈകിപ്പോയി ഇത് പറയാനും കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ഫാത്തിമ പുള്ളിക്കാരത്തി പറഞ്ഞ കാര്യത്തിൻ്റെ അകത്ത് എനിക്കും നിങ്ങളെ ഈ പുതിയ തലമുറയിൽപ്പെട്ട വിവാഹം എന്നല്ല, നിങ്ങളൊരു പാർട്ട്ണറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു, നിങ്ങളൊരു ലൈഫ് പാർട്ട്ണറിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ, അതിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആണോ പെണ്ണോ, നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം. അതോടൊപ്പം തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒരു പാർട്ട്ണർ എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിത പങ്കാളിയാണ്. അയാളെ മാത്രം ഇപ്പോൾ ഒരാണിനെ ഇത് ചെയ്യുമോ ഒരു പെണ്ണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നതിനപ്പുറം ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളൊരു കാര്യം, ഡിപ്പെൻഡൻസി കിൽസ്. ഓക്കെ, അതല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുക, ഓരോ വ്യക്തികളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുക. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ കുടുംബവും ജീവിതവും അടിപൊളിയായിട്ട് മാറും. ഒരാൾ മറ്റാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം വരുമ്പോഴാണ് അടിമത്തവും മറ്റതും മറിച്ച് പ്രശ്നങ്ങൾ പോലെ ഒരുപാട് സംഭവങ്ങൾ. ഫിനാൻഷ്യലാണ് കുറേ അധികം കാര്യങ്ങളുടെ ഇത് ഉണ്ടാക്കുന്നത്. അത് മാറിക്കഴിയുമ്പോഴേക്കും പിന്നെ കുറച്ചധികം സംഭവങ്ങളുണ്ടാകും, പിന്നെ കുറേ അധികം. ഓക്കെ, അപ്പം അതുകൊണ്ട് പുള്ളിക്കാരത്തി ഈ പറഞ്ഞ കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ വേണം, ജോലി വേണം, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളെ പറയാനും കേൾക്കാനും പറ്റുന്ന ആൾക്കാർ ജീവിതത്തിൻ്റെ അകത്ത് കൂടെ വേണം. അതൊക്കെ വലിയ കാര്യമാണ്. ഇനി ഇതിനകത്തൊരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരത്തി ഇട്ട കമൻറ്റാണ്. കാരണം ആൾക്കാരുടെ ക്വസ്റ്റ്യൻ്റെ മറ്റൊരു മറുപടിയാണ്. അഥവാ അവർക്കെന്ന് വെച്ചാൽ അമലിൻ്റെ ഫാമിലി ഉദ്ദേശിക്കുന്നു. അവർക്ക് കുഞ്ഞിനെ കാണാൻ താല്പര്യം ഇല്ലെന്നും കുട്ടി വലുതാവുമ്പോൾ വേണേൽ കണ്ടോളും എന്ന് അവരുടെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കുഞ്ഞിനെ കാണാൻ താല്പര്യം ഇല്ലെന്നും കുട്ടി വലുതാകുമ്പോൾ വേണേൽ കണ്ടോളും എന്ന് അവരുടെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമില്ലാത്തവരെ ഇന്നാ കണ്ടോ എന്ന് പറഞ്ഞ് കാണിക്കാൻ കാഴ്ച വസ്തുവല്ല കുഞ്ഞ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിനെ കാണാനും അവന് സ്നേഹം കൊടുക്കാനുള്ള എല്ലാ അധികാരങ്ങളും അപ്പൻ എന്ന നിലയിൽ ഉണ്ട്. അവർക്കത് വേണ്ടെന്നാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ ഞാൻ മിക്കുവിനെ ഒളിപ്പിച്ച് കാണിക്കാതെ വച്ചേക്കുന്നതല്ല. സോ അവർക്ക് കാണണമെങ്കിൽ അവർ വന്ന് കാണട്ടെ. താല്പര്യം ഇല്ലാത്തവരെ ഇന്നാ കണ്ടോ പറഞ്ഞ് കാണിക്കേണ്ട കാര്യം ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ അമലിൻ്റെ ഫാമിലിയോ അവർക്ക് അങ്ങനെയാണ് വേണമെങ്കിൽ കണ്ടോളും അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് വന്ന് കണ്ടോളൂ എന്ന് പറയേണ്ട കാര്യം അവർക്കില്ല. വന്ന് കാണാമെന്ന് തന്നെയാണ് ഇവരിപ്പോഴും പറയുന്നത്. ഇപ്പോൾ കമൻറ്റ് നോക്കൂ, കുഞ്ഞാറ്റ ആളാകെ മാറി. പണ്ടൊക്കെ വീഡിയോ കാണുമ്പോൾ മുഖത്തൊരു സന്തോഷമില്ലായിരുന്നു, ഇപ്പോൾ വളരെ ഹാപ്പി ആയിരിക്കുന്നു. ജീവിതം മുന്നോട്ട് ഇനിയും ഉണ്ട്, ധൈര്യമായിട്ട് മുന്നോട്ട്. എനിക്കും അത്ര തന്നെ പറയുള്ളൂ, മുന്നോട്ട് പോവുക. നിങ്ങൾ രണ്ടുപേരുടെ ജീവിതത്തിലേക്ക് അടിപൊളിയായിട്ട് പോവുക. കുഞ്ഞാറ്റ ഇങ്ങനെ കാണുമ്പോൾ പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നുന്നു. ഓർക്കാൻ കൊള്ളാത്ത പാസ്റ്റിനെ കുറിച്ച് ഓർക്കുകയേ വേണ്ട. തനിക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. ഇപ്പോഴും താനും തൻ്റെ ലൈഫും അതിലൂടെ ചാനലും പോസിറ്റീവ് ആയതാണ്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എന്നൊക്കെ പറയുന്നു. നല്ല മനുഷ്യരാണ് ഇവരൊക്കെ. ചിലപ്പോൾ മുൻകാലങ്ങളിൽ ഇവരുടെ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ കളിയാക്കിയവരായിരിക്കും. ബട്ട് ഇന്ന് ആ റിയാലിറ്റി മാറി. ആ റിയാലിറ്റിയിനകത്ത് പുള്ളിക്കാരത്തി വേറെ ലെവലിലായി. സോ ഇതൊക്കെയാണ് റിയൽ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ എനിക്കിത്രേ പറയാനില്ല. ഇതിനകത്ത് നിങ്ങളിത് ആ വീഡിയോ കണ്ടു നോക്കുക. കുഞ്ഞാറ്റയുടെ ചാനലിനകത്തുണ്ട്, റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഡിവോഴ്സ് ലൈഫ് അപ്ഡേറ്റ്സ്, കമ്മിറ്റഡ് ആണെന്നൊക്കെ ചോദിക്കുന്നു. ലെറ്റ്സ് ജസ്റ്റ് സേ എന്ന് പറഞ്ഞിട്ട് ദർസ് എ ലോട്ട് ടു ടോക്ക് അബൌട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വെർഷൻ 10-13 മിനിറ്റുള്ള വീഡിയോ പുള്ളിക്കാരിയുടെ ചാനലിൽ പോയിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ ഇത് കാണുന്ന നിങ്ങളെല്ലാവരും
ലൈഫിൻ്റെ അകത്ത് സ്ട്രഗിൾ ചെയ്യുന്നു, വളരെ കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞും അല്ലെങ്കിൽ മറ്റാൾക്കാരുടെ സമൂഹത്തിൻ്റെയൊക്കെ മുഖം കണ്ടുകൊണ്ട് അവർ പരിഹസിക്കും, അവർ കുറ്റപ്പെടുത്തും, വീട്ടുകാർ വഴക്ക് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആരുടെയെങ്കിലും കീഴിൽ ആരുടെയെങ്കിലും ലൈഫിൻ്റെ അകത്ത് വെറും ഒരു കാഴ്ച വസ്തുവായിട്ടോ അല്ലെങ്കിൽ വെറും അടിമയായിട്ടോ ഈ കൂട്ടിലടച്ച തത്തയായിട്ടോ ചിലപ്പം ഭയങ്കര കോടിക്കണക്കിന് ആസ്തിയും മറ്റൊരു കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ അപ്പോഴും ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യം കാണത്തില്ല. അങ്ങനെയൊക്കെയുള്ള ലൈഫ് എന്താണ്? പറക്കാൻ കഴിയാത്ത നല്ല നീളത്തിലുള്ള ചിറകുണ്ട്, പറക്കാൻ കഴിയാതെ ഒരു കൂട്ടിൻ്റെ തടച്ചിട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതാ പറയുന്നത്, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് പറക്കാൻ കഴിയണം. അത് ബാക്കിയുള്ള നിങ്ങളെ തടസ്സങ്ങൾ, നിങ്ങളെ പറക്കാൻ പാടില്ല, നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ റെസ്ട്രിക്ഷൻ ഉണ്ട്, നിങ്ങൾ പെണ്ണാണ് അല്ലെങ്കിൽ നിങ്ങൾ ആണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളുണ്ട്. ഇപ്പം പെണ്ണുങ്ങൾക്കുള്ള റെസ്ട്രിക്ഷൻ പോലെ തന്നെ ആണുങ്ങൾക്ക് പബ്ലിക്കിൻ്റെ മുമ്പിൽ കരയാൻ പാടില്ല, സമൂഹത്തിൻ്റെ മുമ്പിൽ എന്തെങ്കിലും ആരെങ്കിലും നീ ആണല്ലോടാ നീ എന്തിന് കരയണം, ആണുങ്ങൾക്ക് എന്താ കരച്ചിൽ വരത്തില്ലെന്നാണ്. ഇതൊക്കെ നമ്മുടെ ഈ സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില പൊതു ധാരണകളുണ്ട്. ആ ധാരണകളെ ഇനി വരുന്ന തലമുറ പൊളിച്ചെഴുതും. അതുപോലെ തന്നെ ഇന്ന് ജീവിക്കുന്ന തലമുറയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സമൂഹത്തിൻ്റെ കണ്ണിലൂടെ സഞ്ചരിക്കാതെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങളിലൂടെ സഞ്ചരിക്കുക, നിങ്ങൾ ജീവിക്കുക എന്നേ. കുറച്ച് കാലം കൂടെ ഉള്ളൂ, 100 വർഷത്തിന് ശേഷം നിങ്ങൾ ഞാനും ഇല്ല ഇവിടെ. നമ്മളൊക്കെ അപ്പോഴേക്കും എപ്പോഴും നമ്മൾ പറയുന്ന ഞാൻ യൂസ്ലെസ് ആണ്, എന്നെ കൊണ്ടൊന്നും കഴിവില്ല, അതുപോലെ തന്നെ ഈ കാണുന്ന ആൾക്കാരും ഇവരൊക്കെ യൂസ്ലെസ് ആണ്. ഈ ലോകത്ത് ഒന്നും യൂസ്ലെസ് അല്ല. ബിക്കോസ് നമ്മൾ മരിച്ചതിന് ശേഷം ഈ ശരീരം എന്ത് ചെയ്യും? ഈ ഇവിടെ ഭൂമിയിലേക്ക് തന്നെ റീസൈക്കിൾ ചെയ്ത് ഇവിടെ തന്നെ കിടക്കും. മറ്റ് പല ജീവികൾക്കും അതോടൊപ്പം തന്നെ പല പുഴുക്കൾക്കും അതോടൊപ്പം തന്നെ ഈ പ്രകൃതിയിലെ മറ്റുള്ള പല ജീവജാലങ്ങൾക്കും വളമായിട്ടും ഇതൊക്കെ ആയിട്ടൊക്കെ മാറും. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളൊരു അസറ്റാണ്, നമ്മൾ ജീവിക്കുന്ന അസറ്റ് തന്നെയാണ്. മരണപ്പെട്ടതിന് ശേഷം അത് അസറ്റ് തന്നെയാണ്. പക്ഷെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഓർമ്മയും ബുദ്ധിയൊക്കെ ഉള്ളത് കൊണ്ട് ഇതിനെ വെച്ച് നമുക്ക് എങ്ങനെ നന്നാക്കാം എന്നുള്ളത് മാത്രം നോക്കുക. പരമാവധി മോടി പിടിപ്പിക്കുക നിങ്ങളെ തന്നെ, നിങ്ങളുടെ ചിന്തകളെ, ഇന്നലകളെ എല്ലാം മാറി ഇന്നലകളിലെ നല്ലതും മോശവും ഒക്കെ എടുത്ത് കളഞ്ഞേക്കുക. നല്ലതായിക്കോട്ടെ അതും കളഞ്ഞേക്ക്, മോശം അതും വിട്ടുകളയുക. പക്ഷെ ഇന്ന് മുതൽ അങ്ങോട്ട് ജീവിക്കാൻ തീരുമാനിച്ചാൽ പൊളി, അടിപൊളി. സോ എല്ലാവരും ചെയ്ത് അടിപൊളിയാവട്ടെ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ.